നമസ്കാരം. ദുബായിൽ മെട്രോയിൽ ഇനി യാത്ര അത്ര സിമ്പിൾ അല്ല. നിങ്ങൾ മെട്രോയിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോക്കറ്റ് കീറും. കാരണം പിഴ വരാൻ പോകുന്നത് 100 മുതൽ 300 ദിർഹം വരെയാണ്. ട്രെയിനിനുള്ളിൽ വെച്ച് നിങ്ങളൊന്ന് ഉറങ്ങിയാലോ അല്ലെങ്കിൽ തറയിൽ അല്പം ഇരുന്നാലോ പോക്കറ്റ് കാലിയാകും. RTA നിയമങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു. ഇനി മെട്രോയിൽ ഉറങ്ങിയാൽ പിഴ 300 ദിർഹമാണ്. ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഇരുന്നാൽ 100 ദിർഹം. എന്താണ് ഈ പുതിയ നിയമങ്ങൾ? ട്രെയിനിന്റെ തറയിൽ ഇരുന്നാൽ പോലും പിഴ കിട്ടുമോ? ഉറങ്ങിപ്പോയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ലക്ഷക്കണക്കിന് യാത്രക്കാർ ദിവസേന ആശ്രയിക്കുന്ന ദുബായ് മെട്രോയിൽ RTA കൊണ്ടുവന്ന ഈ പുതിയ അടിയന്തര നിയമങ്ങളെക്കുറിച്ചും പിഴകളെക്കുറിച്ചും എല്ലാ വിവരങ്ങളും പറയാം. ഗൾഫ് മേഖലയിലെ ഏറ്റവും തിരക്കേറിയ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഒന്നാണ് ദുബായ് മെട്രോ. ഏകദേശം 9 ലക്ഷത്തോളം യാത്രക്കാർ ദിവസവും ആശ്രയിക്കുന്ന ഈ സംവിധാനത്തിൽ യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുന്നതിനായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. മെട്രോ ട്രെയിനിനുള്ളിൽ യാത്രക്കാർ ഉറങ്ങുന്നതിനോ അല്ലെങ്കിൽ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിനോ ഇനി കനത്ത പിഴ ചുമത്തുമെന്നാണ് ഈ നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. മെട്രോ കമ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള ഇന്റർസെക്ഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് യാത്രക്കാർക്ക് വഴി തടസ്സപ്പെടുത്തുന്ന പ്രവണത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് RTA പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ സഞ്ചാരം തടസ്സപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ യാത്രക്കാർക്കായി അല്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുന്നതോ ആയ പ്രവൃത്തികൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് 100 ദിർഹം മുതൽ പിഴ ചുമത്തും. മെട്രോയിൽ നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഉറങ്ങിയാൽ 300 ദിർഹമാണ് പിഴ. യാത്രാ സമയത്ത്, പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിൽ എല്ലാവർക്കും സൗകര്യപ്രദമായി യാത്ര ചെയ്യാനായിട്ട് മാന്യമായ പെരുമാറ്റം പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് മെട്രോ യാത്രക്കാർ ചില നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. ട്രെയിനിന്റെ തറയിലോ യാത്രക്കാർക്ക് അല്ലാത്ത മറ്റു സ്ഥലങ്ങളിലോ ഇരിക്കുന്നത് ഒഴിവാക്കണം. സീറ്റുകളിൽ കാൽവെച്ചിരിക്കുന്നതും പുതിയ നിയമം അനുസരിച്ച് നിരോധിച്ചിരിക്കുന്നു. ട്രെയിനിനുള്ളിൽ കയറുന്നതിന് മുൻപ് പുറത്തേക്കിറങ്ങുന്ന യാത്രക്കാർക്ക് വഴി നൽകുക, തിരക്കുള്ള സമയങ്ങളിൽ ക്യാബിനുള്ളിൽ മുന്നോട്ട് നീങ്ങി നിൽക്കുക, മറ്റുള്ളവരുടെ വ്യക്തിഗത ഇടം മാനിക്കുക എന്നിവയും RTAയുടെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മെട്രോ ട്രെയിനുകളിൽ പരിശോധന പതിവാണെന്നും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ യാത്രക്കാർക്ക് നേരിട്ട് സ്റ്റേഷൻ ജീവനക്കാരെ അറിയിക്കാമെന്നും അധികൃതർ പറയുന്നുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ മാത്രമേ ദുബായ് മെട്രോ യാത്ര എല്ലാവർക്കും സുരക്ഷിതവും സൗകര്യപ്രദവുമാകുമെന്നാണ് RTA പറയുന്നത്. ദുബായ് മെട്രോയിലെ ഈ പുതിയ നിയമങ്ങൾ യാത്രക്കാരുടെ സൗകര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള RTAയുടെ കർശന നിലപാടാണ് എടുത്തു കാണിക്കുന്നത്. സീറ്റിൽ കാൽവെക്കുന്നതും തറയിൽ കൂട്ടമായി ഇരിക്കുന്നതും മെട്രോയ്ക്കുള്ളിൽ ഉറങ്ങുന്നതുമെല്ലാം മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പെരുമാറ്റമായിട്ടാണ് അധികൃതർ കണക്കാക്കുന്നത്. 300 ദിർഹം വരെ പിഴ ചുമത്തുന്ന ഈ നിയമലംഘനങ്ങൾ നിസ്സാരമായി കാണരുത്. അതുകൊണ്ട് പ്രവാസികളും സന്ദർശകരും ഈ യാത്രാ മര്യാദകൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. യാത്ര സുഗമമാക്കാനും ഒപ്പം പോക്കറ്റ് കാലിയാക്കാതിരിക്കാനും വേണ്ട ജാഗ്രത ഓരോ മെട്രോ യാത്രക്കാരനും ഇനി നിർബന്ധമായും കാണിച്ചിരിക്കണം. സൂക്ഷിച്ചാൽ പോക്കറ്റ് കാലിയാവില്ല. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.